വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ചിന്തിപ്പാൻ തക്കവണ്ണം അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. വചനം ആത്മനിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടിയനെ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കേൾക്കുന്ന വചനം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. തിരുനാമം മാത്രം സകലത്തിലും മഹത്വപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, റെവലേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 15. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ക്രൈസ്തവരായിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികൾ ദൈവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാന് നൽകിയ വെളിപാടിൽ 7 സഭകളെ ആഹ്വാനം ചെയ്യുന്ന 7 സഭകളോട് പറയുവാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഈ ആസിയയിലെ 7 സഭകളോട് എഴുതുവാൻ കൽപ്പിക്കുമ്പോൾ ഇവിടെ അതിൽ 5 സഭകൾ നാം വായിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അപ്പോൾ ഓരോ സഭകളുടെയും പ്രവൃത്തികൾ അറിഞ്ഞ് അതിന് അവരുടെ പ്രവൃത്തികൾക്ക് തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ലവോദിയക്കായിലെ സഭയ്ക്ക് എഴുതിയ തിരുവചനമാണ് നാം വായിച്ചത്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവകൃപയിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരണം. വ്യക്തികളായിരുന്നാലും ഇടവകളായിരുന്നാലും കൂട്ടായ്മകളായിരുന്നാലും സഭകളായിരുന്നാലും നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് ചിന്തിച്ച് പലപ്പോഴും ചെയ്യുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അനേക കാര്യങ്ങൾ ദൈവനാമത്തിൽ നാം ചെയ്യുന്നവരാണ്. ദൈവനാമത്തിൽ സഹായിക്കാം, ദൈവനാമത്തിൽ ആരാധനകൾ നടത്താം. ആരാധനകൾ തന്നെ വ്യത്യസ്തമായ ആരാധനകൾ, കൺവെൻഷനുകൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ, ഇതൊക്കെ നാം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ എന്ന് എത്രത്തോളം ചിന്തിപ്പാൻ നമുക്ക് കഴിയാറുണ്ട്. അത് വ്യക്തികളായിരുന്നാലും സഭ അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നാലും മേൽപ്പെട്ടക്കാരായിരുന്നാലും സഭയുടെ അധികാരത്തിൽ ഓരോ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവരായിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുന്നു എന്ന് ഇവിടെ നാം പഠിക്കുകയാണ്. ഓരോ കാര്യവും നാം ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാറുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണമാണ് ഓരോ കാര്യങ്ങളും നാം ചെയ്യുന്നത് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പെരുന്നാളുകൾ നാം നടത്തുമ്പോൾ ആ പെരുന്നാളുകൾ എത്രത്തോളം ദൈവത്തിന് പ്രസാദകരമാണ്. നാം ആർഭാടമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ തന്നെ നമുക്ക് ഉദാഹരണമായി എടുത്താൽ, ഒരു പെരുന്നാൾ നടത്തുമ്പോൾ ആ പെരുന്നാൾ എത്രയധികം
ലോകപരമായി മോടി പിടിപ്പിക്കുവാൻ നാം ശ്രമിക്കും. പ്രദക്ഷിണം, അല്ലെങ്കിൽ അതിനുള്ള വേഷഭൂഷാദികൾ, അല്ലെങ്കിൽ അതിനുള്ള താളമേളങ്ങൾ, ഇതൊക്കെയും നാം ഒരുക്കുമ്പോൾ അതിൽ ദൈവത്തിന് എത്രത്തോളം പ്രസാദകരമാണ്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ വലിയ നാൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ദേവാലയത്തിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിനം എത്രത്തോളം ദൈവത്തിന് പ്രസാദകരമാണ് എന്ന് ചിന്തിച്ച് അത് നാം പ്രവർത്തിക്കുമ്പോഴാണ് ആ പെരുന്നാൾ അനുഗ്രഹമായിട്ട് തീരുന്നത്. കാരണം ഈ സഭകൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പ്രവൃത്തി ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിക്ക് ആനുപാതികമായിട്ടാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അതിവിടെ മാത്രമല്ല, പരലോകത്തും ഈ ലോക ജീവിതം കഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രവൃത്തിക്ക് ആനുപാതികമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം യെരമ്യ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ വായിക്കുവാൻ കഴിയും. യെരമ്യ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ വഴികൾക്കും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു. മറ്റാർക്കും കഴിയാത്ത ഒരു കാര്യം, ദൈവത്തിന് മാത്രം സാധ്യമാകുന്നൊരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയുക എന്നുള്ളത്. ആർക്കും അത് സാധ്യമല്ല. പിശാചിന് പോലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അവൻ സംസാരിക്കാതെ അത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അപ്പോൾ ഹൃദയത്തിലുള്ള കാര്യം അറിയുന്ന ഒരു ദൈവം ഇവിടെ നാം വായിക്കുകയാണ്, യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ വഴികൾക്കും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വഴികൾ ദൈവത്തിന് പ്രസാദകരമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ 7 സഭകൾക്ക് എഴുതുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ലവോദിക്ക സഭയോട് പറയുകയാണ്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ദൈവിക പ്രമാണങ്ങൾ വിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിനൊരിക്കലും പ്രസാദമുണ്ടാകുകയില്ല. അതൊരു പക്ഷേ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷേ നാം ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ദൈവിക പ്രമാണങ്ങളെ വില വച്ചുകൊണ്ട് ഒരിക്കലും നാം ഒരു കാര്യവും ചെയ്യരുതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകിൽ നീ ഉഷ്ണവാനാകണം, ഒന്നുകിൽ നീ ആത്മീയനാകണം, അല്ലെങ്കിൽ ആത്മാവിൽ നയിക്കപ്പെടുന്നവനാകണം, അല്ലെങ്കിൽ നീ ജഡീകനാകണം, ലോകപ്രകാരം ജീവിക്കുന്നവനാകണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ ആത്മീയമാകുന്ന പ്രവർത്തനങ്ങളിലും താല്പര്യമുണ്ട്, അതിൽ നാം പങ്കെടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ലൗകിക കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദമല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളിലും നാം വ്യാപൃതരാകാറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ആത്മീയ കാര്യങ്ങൾ പലപ്പോഴും ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ കുർബാനയിൽ 2-3 മണിക്കൂറുകൾ സംബന്ധിച്ചു, അതോടുകൂടി ആത്മീയമായ ഒരു സന്തോഷം നാം ചെയ്തു, കടമ തീർത്തു എന്ന് കരുതി പിന്നീടുള്ള മണിക്കൂറുകൾ ലോകപ്രകാരം ലോകത്തിൻ്റെ ചിന്തകളും ലോകത്തിൻ്റെ മോഹങ്ങളും ലൗകിക പ്രവർത്തനങ്ങളിലുമാണ് നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിന് നമ്മുടെ പ്രവൃത്തിയിൽ ഒരിക്കലും പ്രസാദിക്കുവാൻ കഴിയുകയില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം 16-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ദൈവം പറയുകയാണ്,
ഒന്നുകിൽ നീ എൻ്റെ പൈതലായി, എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവനായി, സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നവനായി നീ ജീവിക്കുക, അല്ലെങ്കിൽ നീ ഈ ലോകത്തിന് അനുരൂപനായി ജീവിക്കുക. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ലോകത്തിന് അനുരൂപർ എന്ന് പറയുമ്പോൾ ഒരു ഭൂരിപക്ഷവും ആളുകളും അപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ കൃപ രുചിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അവൻ്റെ പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദകരമായി തീരണം. എന്നിട്ടിവിടെ വീണ്ടും വായിക്കുന്നു നാം 17-ാം വാക്യത്തിൽ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കിയാൽ. അപ്പോൾ നമ്മുടെ ചിന്ത, നാം എന്തോ ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ നാം പലതും ചെയ്യുന്നുണ്ട്, ശരിയാകാം. ദേവാലയങ്ങളിൽ മുടങ്ങാതെ നാം പോകുന്നുണ്ടാകാം, ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ടാകാം, സാധുക്കളെ സഹായിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നാം കരുതുകയാണ് നാം ചെയ്യുന്നതൊക്കെയും ദൈവം സർട്ടിഫൈ ചെയ്തിരിക്കുന്നു, ദൈവത്തിനത് പ്രസാദകരമാണ്. പക്ഷേ ദൈവത്തിന് എന്താണ് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുവാനുള്ളത്? ദൈവം പറയുകയാണ്, നീ നഗ്നനും നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനുമാണ് എന്ന് പറഞ്ഞാൽ, നീ നോക്കുമ്പോൾ നിനക്കെല്ലാം ഉണ്ട്, നീ സമ്പന്നനാണ്, നിനക്ക് ഒന്നിനും മുട്ടില്ല, ഒന്നിനും കുറവില്ല, നിനക്ക് ലോകപ്രകാരം എല്ലാം ഉണ്ട് എന്ന് കരുതി നീ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നിന്നെ കാണുന്നത് എങ്ങനെയാണ്? നീ നിർഭാഗ്യവാനാണ്. ലോകപ്രകാരം നീ ഭാഗ്യമുള്ളവനാണ്, നിനക്ക് സമ്പത്തുണ്ട്, നിനക്ക് സ്ഥാനമാനങ്ങളുണ്ട്, ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഉന്നതനാണ്, നിനക്ക് വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, നിനക്ക് പണമുണ്ട്, വലിയ വീടുണ്ട്, വലിയ വാഹനമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ലോകപ്രകാരം നീ ഭാഗ്യവാൻ. മറ്റുള്ളവർ നോക്കുമ്പോൾ നീ ഭാഗ്യവാൻ എന്ന് കരുതി നീ മുമ്പോട്ട് പോവുകയാണ്. ദൈവം പറയുകയാണ്, നീ നിർഭാഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകപ്രകാരം നീ ഭാഗ്യവാനെന്ന് ലോകം നിന്നെക്കുറിച്ച് കാണുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രാഗൽഭ്യം ഒന്നുമില്ല. ദൈവത്തിന് പ്രസാദകരമായിട്ട് അല്ല നിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് നീ നിർഭാഗ്യവാനാണ്. ഈ ലോകം വിട്ട് നീ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നിനക്ക് ഒന്നും നീ അതിനായി സമ്പാദിച്ചിട്ടില്ല, നീ അതിനായി ഒന്നും കരുതിയിട്ടില്ല. സ്വർഗത്തിൽ നിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ നീ എത്തേണ്ട സ്ഥാനത്ത് നീ എത്തുകയില്ല. നീ നിർഭാഗ്യവാനാണ്. പിന്നെ പറയാണ്, നീ അരിഷ്ടനാണ്, ദരിദ്രനാണ്. നീ ധനവാനെന്ന് കരുതി നീ മുമ്പോട്ട് പോവുകയാണ്, പക്ഷേ നീ ദരിദ്രനാണ്. നിൻ്റെ ധനം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുവാൻ കഴിയും. നമുക്കറിയാം, എത്രയോ സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. വെറുതെ നടന്നു പോകുന്നൊരു വ്യക്തി താഴെ വീണ് ആശുപത്രികളിൽ ലക്ഷങ്ങൾ മുടക്കി അവൻ്റെ സമ്പത്തൊക്കെയും ക്ഷയിച്ചു പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം നോക്കുമ്പോൾ നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നിനക്ക് കാഴ്ചയുണ്ട് എന്ന് നീ പറയുന്നു, പക്ഷേ നിനക്ക് കാണേണ്ടത് കാണുവാൻ നിൻ്റെ കാഴ്ചയ്ക്ക് കഴിയുന്നില്ല. യേശു ഈ ഇഹലോക ജീവിതത്തിൽ പലപ്പോഴും കുരുടന്മാർ എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. കാഴ്ച ഉണ്ടായവരെ യേശു കുരുടന്മാരെന്ന് വിളിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? അവർ കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. ആത്മീയ ദർശനമില്ല. കാഴ്ചയുണ്ട്, പക്ഷേ ദൈവിക പ്രവർത്തനങ്ങളെ, ദൈവത്തെ കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവം പറയുകയാണ്, നീ കുരുടനാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, നഗ്നനാണ്. നിനക്ക് ഉടുപ്പുണ്ട്, നിനക്ക് വസ്ത്രങ്ങളുണ്ട്, നിനക്കെല്ലാമുണ്ട്, പക്ഷേ ദൈവം നോക്കുമ്പോൾ നീ നഗ്നനാണ്. നിൻ്റെ ആഭരണങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല, നീ നഗ്നനാണ്. എന്നിട്ട് പറയുന്നു, നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ. നിനക്കത് അറിഞ്ഞുകൂടാ, നീ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് നിനക്ക്, നീ സമ്പന്നനാണ്. അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും
നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ നീ ആകുവാൻ തക്കവണ്ണം ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ലോകപ്രകാരമെല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, നല്ല ജോലിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നുണ്ട്. ലോകപ്രകാരം നീ ഒരു ഭാഗ്യവാനായിട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്രാഗൽഭ്യം എത്രത്തോളമുണ്ട്. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം തൂക്കി നോക്കുന്നു. ദൈവം വ്യക്തമായി അതിനെക്കുറിച്ച് അറിയുന്നു. നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിക്ക് ആനുപാതികമായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ലോക ജീവിതം കഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടാകുന്നത് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ്. മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കോണം കഴിയുകയില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം പലതിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. ദൈവപ്രമാണങ്ങളെ ലംഘിക്കാറുണ്ടോ എന്ന് പറയുമ്പോൾ പലതരങ്ങളിൽ അതാകാം. പണം ഉണ്ടാക്കുവാൻ, സമ്പന്നനാകുവാൻ ദൈവിക പ്രമാണങ്ങൾ, ഒരുപക്ഷെ നീ മദ്യപിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നീ മദ്യശാല നടത്തുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ മദ്യം വിൽക്കുന്ന ഒരു ബിസിനസ്സിൽ നീ ഏർപ്പെടുന്നുണ്ടോ? നീ കുടിക്കുന്നില്ലായിരിക്കാം, നീ കൊടുക്കുന്നില്ലായിരിക്കാം, പക്ഷേ നീ വിൽക്കുന്നുണ്ടോ? ഇത് ദൈവപ്രമാണങ്ങളെ ഒക്കെ ലംഘിക്കുന്ന പാപമാണ്. മറ്റൊരുവിനെ പാപത്തിലേക്ക് നയിക്കുവാൻ അത്, അല്ലെങ്കിൽ വീഴ്ത്തുവാൻ അത് മുഖാന്തരം ഒരുക്കപ്പെടും. മാത്രമല്ല, നമ്മുടെ പണവും നമ്മുടെ സ്ഥാനവും മാനവും നിലനിർത്തുവാൻ തക്കവണ്ണം സത്യത്തിനെ കണ്ണടച്ച് നാം നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ സത്യത്തിനെതിരായിട്ട് നാം പ്രവർത്തിക്കുന്നില്ല എങ്കിലും സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇതൊക്കെയും ദൈവം വളരെയധികം പ്രാധാന്യം നൽകുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ നാം ഭൂരിപക്ഷത്തിലായിരിക്കുകയില്ല, നാം ന്യൂനപക്ഷമായിരിക്കാം. നമ്മോടൊപ്പം ഒരുപക്ഷെ ആരും കണ്ടില്ലെന്നിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളും അപ്രകാരമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു സഭയോട് ഇതെഴുതുമ്പോൾ, ലവോദിക്യ സഭയ്ക്ക് ഈ എഴുത്തെഴുതുമ്പോൾ അത് നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയായി, നമ്മുടെ ഇടവകയായി, സഭയായി, ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്കുകൾ ബോധിപ്പിക്കേണ്ടവരാണ്. നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 23-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകസന്തതിയാക്കുന്നു. കൂട്ടായ്മയുടെയും ഇടവകളുടെയും സഭകളുടെയൊക്കെയും ചുമതലപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന താക്കീതാണിത്. ഒരുവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാം, പക്ഷേ അവനെ നിലനിർത്തുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇവിടെ പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകസന്തതി ആക്കുന്നു. കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ അവർക്ക് മാതൃകയില്ലാതെ വരുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തികൾ അവർ അനുകരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നരകശിക്ഷ അവർക്കും നിങ്ങൾ നേടിക്കൊടുക്കുകയാണ്. മാതൃക ജീവിതം എല്ലാ തലങ്ങളിലും ശുശ്രൂഷകൾ നയിക്കുന്നവർ, ദേവാലയങ്ങളിൽ അതിൻ്റെ ചുമതലകളായിരിക്കുന്നവർ, അത് പുരോഹിതനായിരുന്നാലും പാസ്റ്ററായിരുന്നാലും
സഭകളുടെ മേലധികാരികളായിരുന്നാലും ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുന്ന കാര്യമാണ് എന്നിവിടെ നാം വായിക്കുകയാണ്. മാത്രമല്ല 1 പത്രോസിൻ്റെ 1 അധ്യായം 17 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. നമ്മുടെ പ്രവാസകാലം എന്ന് പറയുന്നത് ഈ ലോക ജീവിതമാണ്. അത് 60, 70, 80 അല്ലെങ്കിൽ 100 ആയിരുന്നാൽ ആ കാലയളവിൽ നാം ഈ പ്രവാസം ഇവിടം വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം പോകേണ്ടവരാണ്. ഇത് നമ്മുടെ താൽക്കാലികമായ ഒരു വാസസ്ഥലമാണ്. ഈ താൽക്കാലിക വാസം അല്ലെങ്കിൽ പ്രവാസ കാലത്ത് നമ്മുടെ പ്രവൃത്തികൾ ദൈവം വളരെ സസൂക്ഷ്മമായിട്ട് വീക്ഷിക്കുകയാണ്. ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ പ്രവാസകാലത്തുള്ള പ്രവൃത്തിക്ക് ആനുപാതികമായിട്ടാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. അതാണ് നാം വായിക്കുന്നത്: മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. അപ്പോൾ മുഖപക്ഷം ദൈവം ആരാണ് അല്ലെങ്കിൽ നിൻ്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് നോക്കുകയില്ല. അത് സഭയിലെ വലിയ ആളാകാം, ഏറ്റവും ചെറിയ ആളാകാം. മുഖപക്ഷം നോക്കാതെ, നിൻ്റെ യോഗ്യത അല്ലെങ്കിൽ നിൻ്റെ സ്ഥാനമാനം നോക്കാതെ, ഓരോ തലങ്ങളിൽ ദൈവം ആക്കിയിരിക്കുന്ന ഓരോ വ്യക്തികൾ, അത് എല്ലാ തലങ്ങളിലും ആ ചുമതലകളിലായിരിക്കുന്നവർ, അവർ അവരുടെ മുഖപക്ഷം നോക്കാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവിൻ. അപ്പോൾ ദൈവത്തിലുള്ള ഭയഭക്തിയിൽ ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ചെയ്യുവാൻ കഴിയും. അത് ലോകത്തെ പ്രസാദിപ്പിക്കുവാനാണ്. ലോകം ഒരുപക്ഷെ അതിൽ പ്രസാദിക്കുകയില്ലായിരിക്കാം, ലോകം ഒരുപക്ഷെ അംഗീകരിക്കുകയില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് പ്രസാദകരമാണോ? ആ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ലോകം നമുക്കെതിരായിരിക്കും. ലോകം നമ്മെ ഒരുപക്ഷെ ഐസൊലേറ്റ് ചെയ്തെന്നിരിക്കും. പക്ഷേ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു വലിയ ബോധ്യമുണ്ടാകണം. ഇത് ദൈവത്തിന് പ്രസാദകരം, ഒരു കൺവിക്ഷൻ നമുക്കെപ്പോഴും ഉണ്ടാകണം. ദൈവത്തിന് ഇത് പ്രസാദകരമാണ്. അങ്ങനെ കരുതി നാം ചെയ്യുമ്പോൾ, സത്യത്തിനു വേണ്ടി നാം നിലനിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വലിയ പ്രതിഫലമാണ് നമുക്ക് ദൈവം ഒരുക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വെളിപാട് പുസ്തകത്തിൻ്റെ 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവസാന അധ്യായം, വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായമായ 22 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 12 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ അനേകരുടെ പ്രവൃത്തികളും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. അബ്രഹാം പിതാവിനെയും മോശയെയും ദാവീദിനെയും ദാനിയേലിനെയും യോസഫിനെയും ഒക്കെയും തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിക്കൊത്തവണ്ണം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന അനേകരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. നാം എബ്രായ ലേഖനത്തിൻ്റെ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മാതൃകയായിട്ട് ചിലരെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിനെയും ഹാനോക്കിനെയും നാം കാണുന്നുണ്ട്. 11 അധ്യായത്തിൻ്റെ 4 തിരുവചനം: വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റെയും ഉത്തമമായ യാഗം അർപ്പിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തതുകൊണ്ട് അവനെ കാണാതായി. താഴെ വീണ്ടും നാം വായിക്കുകയാണ് 6 വാക്യം: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. വീണ്ടും നോഹയെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചൊക്കെയും നമുക്കവിടെ വായിക്കുവാൻ തക്കോണം കഴിയും. അപ്പോൾ അവരൊക്കെയും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവരുടെ പ്രവൃത്തികളാണ് ആ വലിയ അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമൊരുക്കപ്പെട്ടതെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഉൽപ്പത്തി മുതൽ
നാം വായിക്കുമ്പോൾ പ്രവൃത്തികൾ മൂലം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിലുള്ള വിശ്വാസം പ്രവൃത്തിയായി പ്രതിഫലിച്ചുകൊണ്ട് ആ പ്രവൃത്തി മൂലം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ദൈവഭക്തന്മാരെ നമുക്കവിടെ കാണുവാൻ കഴിയും. അവർക്കൊക്കെയും ഈ വലിയ എത്തുവാൻ കഴിഞ്ഞത് ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പ്രവാസകാലത്ത് അവരുടെ പ്രവൃത്തികൾ മൂലം ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അത് ലോകമുള്ളിടത്തോളം കാലം അവരുടെ പേരുകൾ നിലനിൽക്കുന്ന അബ്രഹാമിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും മോശയെക്കുറിച്ചൊക്കെ നമുക്കിന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വായിക്കുവാൻ കഴിയുന്നത് അവരുടെ പ്രവൃത്തികൾ വഴി ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥം ചെയ്യുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിലൂടെ ഏറ്റുപറയുന്ന നാം, അവൻ വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുകയാണ്. അവൻ വീണ്ടും വരുന്നത് എന്തിനാണ്? അവനോടൊപ്പം നമ്മെ ചേർക്കുവാൻ. ആ ചേർക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം അവൻ്റെ പക്കലുണ്ട് എന്ന് വെളിപാട് പുസ്തകം, വിശുദ്ധ ബൈബിളിൻ്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിത യാത്രയിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ദൈവനാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതുവഴി ദൈവിക അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വലിയ പ്രതിഫലവും പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.